നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ടെക്നിക്കിനെ ബ്ലോക്കിംഗ് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോ ഈ ഒരു ടെക്നിക്ക് എന്താണെന്നും ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നതെന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോ ഈ ഒരു ടെക്നിക്കിന്റെ ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡ്രോയിങ്ങിൽ നല്ല നീറ്റ്നെസ്സും ക്ലാരിറ്റിയും ബാലൻസും ഒക്കെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഡ്രോയിങ്ങിൽ നല്ല അക്യൂറസി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നമ്മൾ വരക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പോകാം വീഡിയോയിലേക്ക്. ബ്ലോക്കിംഗ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൻ്റെ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ചിത്രം എവിടം മുതൽ എവിടം വരെ ആയിരിക്കും വരുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ആദ്യം കൊണ്ടുവരണം. ഞാനിപ്പോൾ അത്യാവശ്യം സൈസിൽ 2 വൃത്തം വരക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ ടൈം എടുത്ത് 2 റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒരു ലൈൻ കൊടുക്കുക, കണക്ട് ചെയ്യുക. അതേപോലെ തൊട്ട് താഴെയും കണക്ട് ചെയ്യാം. ബോഡി പാർട്ട് ഈസ് റെഡി. ഇനി തലയുടെ പോർഷൻ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്ത് ബ്ലോക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ? ആ ബെയറിൻ്റെ, ഞാനിപ്പോൾ ഒരു ബെയറിനെയാണ് വരക്കുന്നത്, ഒരു കരടിയാണ് വരക്കുന്നത്. ആ കരടിയുടെ ബോഡി പാർട്ട് മാർക്ക് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഹെഡിൻ്റെ പോർഷനും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ബിഗിനേഴ്സായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാനും ഈ ഒരു ചിത്രം വരയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് എളുപ്പത്തിൽ ഞാൻ വരച്ച് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു തിയറി പഠിക്കുന്നതോടൊപ്പം ഈ ഒരു ചിത്രവും നിങ്ങൾക്ക് വരക്കാനായിട്ട് കഴിയണം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയും. കണ്ടില്ലേ? ഇനി ഇവിടെ നിന്ന് അതിൻ്റെ നോസിൻ്റെ പോർഷൻ ഒരു ത്രികോണം പോലെ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ബെയറിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഷേപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 3 വൃത്തങ്ങൾ നമ്മൾ വരച്ചു, പിന്നെ അത് കണക്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ കാലിൻ്റെ പോർഷൻ ഒരു ചതുരം പോലെ വരച്ചിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഫോളോ ചെയ്യുക. ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് പ്രപ്പോർഷൻസ് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ്ങിനെ നല്ല നീറ്റ് ആൻഡ് ഈസി ആക്കാനായിട്ട് കഴിയും. തുടക്കക്കാർക്ക് തന്നെ അധികം സമയമൊന്നും എടുക്കാതെ എളുപ്പത്തിൽ ഒരു ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ തയ്യാറാക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഡ്രോയിങ്ങിലെ പരമാവധി മിസ്റ്റേക്കുകൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. അങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടെക്നിക്കാണ് ബ്ലോക്കിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ബെയറിൻ്റെ ചെവിയുടെ പോർഷൻ ഒന്ന് വരച്ചെടുക്കാം. അതും ഒരു ബേസിക് ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു സെമി സർക്കിൾ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ ബേസിക് ഷേപ്പുകളാക്കി തിരിച്ച് ഔട്ട്ലൈൻ കറക്റ്റ് എടുക്കുന്ന ഒരു ടെക്നിക്കാണ്
ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈൻസുകൾ ഒഴിവാക്കാം. മുഴുവനായിട്ട് മായ്ച്ചു കളയരുത്. അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത അടയാളം നമുക്ക് കാണാനായിട്ട് കഴിയണം. ഇനി നമുക്കതിൻ്റെ പെർഫെക്റ്റായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാവുന്നതാണ് നമ്മൾ ആദ്യം ചെയ്ത ഗൈഡ് ലൈൻസിൻ്റെ ഹെൽപ്പോട് കൂടി. കണ്ടില്ലേ? അത് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് കഴിയും. ബ്ലോക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഏറ്റവും സിമ്പിളാണ്. ബേസിക് ഷേപ്പുകളാക്കി തിരിച്ച് ഔട്ട്ലൈൻ വരച്ചെടുക്കുന്ന, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്ത് ഔട്ട്ലൈൻ കയറട്ട് ചെയ്തെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് ക്ലിയർ ആവും. ആദ്യം ഏരിയ മാർക്ക് ചെയ്യണം ജോമെട്രിക്കൽ ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട്. ഞാനിപ്പോൾ ആദ്യം ഒരു വൃത്തം വരക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം ഒരു ഡോബർമാൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഇനി അതിനെ നമുക്ക് ഒരു ദീർഘ സമചതുരമാക്കി മാറ്റണം. സമചതുരമല്ല, ദീർഘചതുരമാക്കി വരയ്ക്കണം. ഇതുപോലെ ഈ ഒരു ഷേപ്പിലേക്ക് ഒരു വൃത്തം വരച്ചു, ഒരു ദീർഘചതുരം വരച്ചു. ഇതാണ് ജോമെട്രിക്കൽ ഷേപ്പ്. ഇനി അതേപോലെ ഈ ഒരു ഷേപ്പ് കൂടെ ബ്ലോക്ക് ചെയ്തെടുക്കണം. ദെൻ ഈ ഒരു ഭാഗത്ത് ഒരു ത്രികോണം കൂടെ വരക്കുക, ഒരു മട്ട ത്രികോണം കൂടെ വരക്കുക. ഇത്രയും ജോമെട്രിക്കൽ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ട് താഴെയായിട്ട് ഈ ഒരു പോർഷനിലൂടെ കട്ട് ചെയ്ത് ഒരു ദീർഘചതുരം കൂടെ വരക്കുക. എല്ലാം ഷേപ്പുകളാണ്. ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചിത്രം വരക്കുന്നത്. കൺസ്ട്രക്ഷൻ മെത്തേഡ് ബേസിക് ഷേപ്പുകളാക്കി തിരിച്ച് സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് അതിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കുന്ന ടെക്നിക്കാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാനിപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ചെവിയുടെ പോർഷൻ ത്രികോണം വരച്ച് ബ്ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ എത്ര പേർക്ക് ബൾബ് ഓണായി? ക്യാരക്ടർ നമുക്ക് എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ ഡ്രോയിങ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഏതൊരു സാധാരണക്കാർക്കും ഫോളോ ചെയ്യാനായിട്ട് കഴിയും.
ഇതിനെ നമ്മൾ ലളിതമാക്കി കാണുകയാണെങ്കിൽ ഏറ്റവും ലളിതമാണ്. ഇനി ഇതിൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ കട്ടി കുറച്ച് കുറക്കാം. ഞാൻ ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്, മുഴുവനായിട്ടും മായ്ക്കരുത്. ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നത്. കണ്ടില്ല, ചെവി നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു ത്രികോണത്തിൻ്റെ അകത്തൂടെ ആയിട്ട് ഷേപ്പ് നമുക്ക് ആ ഒരു ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ചെവിയുടെ പോർഷൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ക്ഷമയോടെ സമയമൊക്കെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും. അതിനിപ്പോൾ നമുക്ക് ഈ ഒരു തിയറി, ഈ ഒരു ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗി അതിനനുസരിച്ചിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ വായയുടെ പോർഷൻ ത്രികോണത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം ഷേപ്പുകളാണ്. ഷേപ്പിൽ നിന്ന് നമുക്കതിൻ്റെ ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇവിടെ നിന്ന് ആ ദീർഘചതുരത്തിൻ്റെ പുറത്തൂടെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമുക്ക് നമ്മളുടെ ഡോബർമാൻ്റെ ഈ ഒരു ഡോഗിൻ്റെ ഏകദേശ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ജോമെട്രിക്കൽ ഷേപ്പിനെ ബേസ് ചെയ്ത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മെത്തേഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വട്ടം കൂടെ ഞാൻ പറയാം. ബേസിക് ഷേപ്പുകളാക്കി തിരിച്ച് നമ്മളതിൻ്റെ ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് സ്ട്രക്ചർ ബിൽഡ് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ കണക്റ്റ് ചെയ്ത് വരച്ചെടുക്കുന്ന രീതിയാണ് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ഒരു ക്യാരക്ടർ നമുക്ക് എളുപ്പത്തിൽ വരച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷൻ ടച്ച് ചെയ്ത ഈ ഒരു ഭാഗം കണ്ടില്ലേ, അവിടെ ആയിരിക്കും അതിൻ്റെ കണ്ണിൻ്റെ പോർഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കണ്ണിൻ്റെ പോർഷൻ. ഓപ്പോസിറ്റ് ഭാഗത്തെ കണ്ണും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അത് ഈ ഒരു പോർഷനിലായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ബേസിക് ഷേപ്പുകൾ പൂർണ്ണമായിട്ടും മായ്ച്ച് കളയരുത്. അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചിട്ടുള്ളത്. ഔട്ട്ലൈൻ ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗൈഡ് ലൈൻസ് ഒഴിവാക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ചെവിയുടെ ഈ ഒരു ഭാഗത്ത് ഒരു എറർ കാണുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യാം. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു എററാണ്. അത് ഞാനൊന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് വരണം. നിങ്ങൾ ഈ ഒരു ചിത്രം വരക്കുന്ന സമയത്ത് നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആക്കാനായിട്ട് കഴിയും. ഷെയ്ഡും അതേപോലെ തന്നെ ഷാഡോ ഒക്കെ കൊടുത്ത് ലൈറ്റ് ആൻഡ് ഷാഡോ തിയറിയുടെ ബേസിൽ ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് കഴിയും. ഞാൻ ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത് എന്താണ് ബ്ലോക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെത്തേഡ്, അത് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക്, ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ബൈ.